So, Arjun and Sachin, are you ready? We are ready, sir. So, Sachin, you are my team partner. അപ്പോൾ ഈ ഫയൽ ഞാൻ കൊണ്ടുപോവാം. ഇത് അനലൈസ് ചെയ്തിട്ട് നാളെ ഞാൻ പറയാം. ഇറ്റ്സ് ഓക്കെ അർജുൻ. അർജുൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ LBA. ഓ, സച്ചിൻ. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. എന്തായാലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ അർജുൻ, നീ ഈ വീക്കെൻഡിൽ ഫ്രീ ആണോ? യാ, indeed. Then we can have a good dinner. See you tomorrow. സച്ചിൻ വേറെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. എന്നാലും ഞാനും ധ്യാനം തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവൻ അറിയായിരുന്നെങ്കിലാ. അവൻ അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാ ഞാൻ എന്തു പറയും? എനിക്കിപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കുന്ന തന്നെ വെറുപ്പാ. അവനായിട്ടൊന്നും ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ സച്ചിനെ ഞാൻ ഇവിടെ വെച്ച് കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ. ഈ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ അവനെ കാണേണ്ടി വരില്ല എന്ന് തോന്നണം. സച്ചിനെ കണ്ടെന്നെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആ ധ്യാൻ, അവനിനി എൻ്റെ ജന്മത്ത് കാണരുതെന്ന് എൻ്റെ ആഗ്രഹം. എന്തായാലും 3-4 വർഷമായിട്ട് അവനെ പറ്റിയൊന്നും അവൻ കേട്ടിട്ടില്ല. അവനെന്നെ മതിയായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരുത്തനല്ല അവൻ. അവനിപ്പോൾ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാനുണ്ടാവും. എനിക്കാ സങ്കടങ്ങൾ മാത്രം ഉണ്ടായത്. ഞാൻ എന്തിനാ അവനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കണേ? എൻ്റെ ഓർമ്മയിൽ പോലും ഇനി അവൻ ഉണ്ടാവാൻ പാടില്ല. ഈ പ്രൊജക്റ്റിന് ശേഷം സച്ചിൻ്റെ കോണ്ടാക്റ്റ് ഒന്നും ഞാൻ വെക്കൂല. എനിക്കിനി പാസ്റ്റിലേക്ക് തിരിച്ചു പോവണ്ട. സച്ചിൻ, പോസ്റ്റ് സെയിൽസ് ഡെപ്യൂട്ടി മാനേജർ, ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത്, 2 year എക്സ്പീരിയൻസ്, സ്പെഷ്യാലിറ്റി ടീം വർക്ക്. സോ ഹി ഹാഡ് എ ഗുഡ് റെസ്യൂം, ഫ്രണ്ട്ലി, എല്ലാവരുടെയും മുന്നിലും നല്ലവൻ. ധ്യാനും ഇങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്മാരെ പറ്റിക്കാൻ നല്ല വിദഗ്ധരാ. 2 മുഖം ഉണ്ടാവും ഇവർക്ക്. ഇവനും ഒട്ടും മോശമല്ലായിരിക്കും. എനിവേ, ധ്യാനിന് എന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീസ് ലൈക്ക് ഡെഡ് ടു മീ. എടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ സച്ചിൻ സാറിന് അങ്ങ് പ്രപ്പോസ് ചെയ്യട്ടെ. എടി, നിനക്ക് എന്താണ് അങ്ങേറെ പറയാൻ എത്ര പെണ്ണുങ്ങൾ എടുക്കണ്ടെന്ന് അറിയോ? ഇപ്പം ചെന്ന് കയറി കൊടുക്കുക. അങ്ങനെ ഇപ്പം പറയേസൊന്ന്. നീ എന്ത് നെഗറ്റീവാടി? ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കൂ. എന്തായാലും ഞാൻ പറഞ്ഞോല, നോ എന്നൊരു വാക്കുണ്ടെങ്കിൽ അദ്ദേഹം അതല്ലാണ്ട് പറയില്ല. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. 100% ഷുവർ. അതെന്താ, ഞാൻ അത്രയ്ക്ക് ബോറാണോ? ഓ, അപ്പം നിനക്ക് അതറിഞ്ഞൂടെ? അതറിയാണ്ടാണ് പ്രപ്പോസ് ചെയ്യാൻ പോണേ. ബെസ്റ്റ് ആളാ. എടി, അങ്ങേര് ഇതുവരെ ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ല. ഐ തിങ്ക് ഹീസ് ഗേ. നിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. നിനക്കല്ലെങ്കിലേ ഉള്ളേണ് ഈ സുഖേട്. 2 ഏക്കന്മാരടുത്തിരിക്കണ അപ്പം തുടങ്ങും നിനക്കിത്. എടി, ഞാൻ ഒരു പോസിബിലിറ്റി പറഞ്ഞു എന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആർക്കെന്താണ് ഏതെങ്കിലും പെണ്ണുങ്ങളോട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് പിന്നെ സ്പാർക്ക് അടിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കും. ചിലപ്പോൾ എന്നെ കണ്ടടിച്ചാലോ. ചെല്ലേ, അങ്ങോട്ട് സ്പാർക്ക് ഉണ്ടാക്കാൻ ചെല്ലേ. അങ്ങനെ നിന്റെ കണ്ണടിച്ച് തെറിപ്പിക്കും. ഹേയ്, കുറെ നേരമല്ലോ നിങ്ങൾ ഇവിടുന്ന് വർത്താനം പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ എത്ര മണി? സമയം 9:50 ആയി. ആ, എത്ര മണിക്കാണ് ജോബിന് കയറേണ്ടത്? 9 മണിക്ക്. ഇപ്പൊ തന്നെ 15 മിനിറ്റ്സ് റേറ്റ് ആണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഞാൻ ഹെഡിനോട് സംസാരിക്കാം. അയ്യോ സോറി സാർ, ഇപ്രാവശ്യത്തേക്ക് ഞങ്ങളോടൊന്ന് ക്ഷമിക്കും പ്ലീസ്. ഈ മാസത്തേക്ക് ഒരു ലീവിന് അപേക്ഷിച്ചിട്ടുണ്ട്. ഇതറിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. അത് എന്നാ ക്യാബിനിലേക്ക് പോ. ഇനി ഇവിടെ വായ നോക്കി തിരിഞ്ഞ് നടക്കണ കണ്ട മക്കള് വീട്ടിലിരിക്കേണ്ടി വരും കേട്ടാ. ഏത് നേരത്താണ് ദൈവമേ ഇങ്ങനെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ടെ? കാണാലിൽ കൊണ്ടുവന്നോളുന്നു. ഇങ്ങനെ ഒരു മൊരടനാ. ഇങ്ങനെ ചിരിച്ചൊന്നും കണ്ടിട്ടില്ല ഇവിടെ ആരും. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സച്ചിൻ സാറ് ഹാൻസം ആൻഡ് സ്വഭാവത്തിലും പെർഫെക്റ്റ് ആണ്. ഇങ്ങേരെ എങ്ങനെയാണോ എന്തോ കൺട്രോളിങ് മാനേജറിൻ്റെ പോസ്റ്റിലേക്കൊക്കെ എത്തിയത്. ഹായ് അർജുൻ, ക്യാൻ ഐ കം ഇൻ? യാ സച്ചിൻ, ഞാൻ സച്ചിനെ കാണാൻ അങ്ങോട്ട് വരെയിരുന്നു. ഞാൻ ആ ഫയൽ ഇന്നലെ ചെക്ക് ചെയ്തു. അത് അനലൈസ് ചെയ്ത് പുതിയ ഫയലാക്കി മാറ്റിയിട്ടുണ്ട്. നീ ഇത് യൂസ് ചെയ്താൽ മതി. ഓ, ഇറ്റ് വിൽ ബി സോ ഹെൽപ്ഫുൾ. താങ്ക്സ് അർജുൻ. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇനി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണല്ലോ. അതെ, നമ്മൾ നല്ല അലർട്ടായിരിക്കണം. കാരണം
നമ്മൾ പോരാടുന്നത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന എക്സ് ഗുഡ്സിനോടാണ്. ഇത്രയും നാളും ഇറ്റാലിയൻ കമ്പനി അവർക്കാണ് കരാർ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് നമ്മൾക്ക് മാറ്റിയോണ്ട് അവർക്ക് നല്ല ദേഷ്യമുണ്ട് നമ്മളോട്. അവർ ഇത്രയും നാൾ നമ്മുടെ കമ്പനിയിൽ ഇല്ലീഗലായിട്ട് ഗുഡ്സ് കൊണ്ടുപോയിരുന്നു. കള്ളന്മാർക്ക് ഒരിക്കലും അത്ര നാൾ പിടിച്ചിരിക്കാൻ സാധിക്കില്ല. അതായിരിക്കും ഈ കരാർ നമുക്ക് കിട്ടിയത്. അതാ അതാ ഞാൻ പറഞ്ഞേ, ദി ആർ റിയലി ബാഡ്. ഇതിനു മുമ്പ് അവർക്കെതിരെ എനിക്കൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്ന് അവരെന്നെ ഒരു കള്ളക്കേസിൽ പെടുത്താൻ നോക്കി. ഭാഗ്യത്തിന് ആ ഫയലിന്റെ ഒരു സ്പെയർ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവരെന്ത് കള്ളത്തരവും കാണിക്കും, നമ്മൾ അലർട്ടായിട്ടിരിക്കണം. എങ്ങനെ വന്നാലും അവസാനം സത്യമേ ജയിക്കൂ. അവർക്ക് ഒരിക്കലും എന്നെ പേടിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ എന്നും ശരിയുടെ പാതയിലായിരിക്കും. എനിവേ, താങ്ക്സ് സച്ചിൻ ഫോർ ദിസ് ഇൻഫർമേഷൻ. പിന്നെ അർജുൻ, നിന്നെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ നിന്നോട് എപ്പോഴും സംസാരിക്കാൻ വരുമ്പോഴും വിഷ്ണു നിന്റെ കൂടെ ഉണ്ടാവും. അവനിപ്പോൾ എന്തു ചെയ്യുന്നു? അവൻ ന്യൂയോർക്കിൽ ഒരു കമ്പനിയിൽ ബിസിനസ് അനലിസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ സച്ചിൻ, ഐ എം സോറി, എനിക്ക് പാസ്റ്റിലെ കാര്യങ്ങൾ സംസാരിക്കാൻ വലിയ താല്പര്യമില്ല. ഈ കോൺവെർസേഷൻ ഇവിടെ വെച്ച് നിർത്താം. പ്രൊജക്റ്റിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. യു ക്യാൻ ലീവ് സച്ചിൻ. ഐ എം സോറി, നിനക്ക് തിരക്കുണ്ടെങ്കിൽ നീ വർക്ക് ചെയ്തോ. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വന്നേ. നാളെയില്ലേ നമ്മൾ ഡിന്നർ പറഞ്ഞേ? ഞാൻ ഹോട്ടൽ ലുമിയയിൽ ഒരു റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. 7 PM. അപ്പോൾ കാണാം. സി യു, ബൈ. ഓ, 7 മണി ആവറായി. അവൻ എത്തിയിട്ടുണ്ടാവും എന്തോ. ഈ ഹോട്ടലല്ലേ പറഞ്ഞേ? ഓ സച്ചിൻ, വന്നിട്ട് കുറേ നേരമായോ? ആ, ഒരു ഹാഫ് ആൻ അവർ ആയി. ഞാൻ വൈകിട്ടല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ വന്നതാ. അർജുൻ കറക്റ്റ് ടൈമിലാണ് വന്നേക്കണേ. ഞാൻ ഇത്രയും വലിയ ഡിന്നർ ആയിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. സാധാ ഡ്രസ്സായിട്ടെ. സച്ചിൻ, നീ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ട ഒരു ഡേറ്റിന് പോകാന്ന് തോന്നുള്ളൂ. താൻ ഇങ്ങനെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാറുണ്ടെന്ന് തോന്നണേ? അതാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ കമ്പനിയിലുള്ള മിക്ക പെണ്ണുങ്ങൾക്കും തന്നോട് ഒരു ക്രഷ് ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാവരും ഇതുപോലെ ട്രീറ്റ് ചെയ്യാറില്ല. എനിക്കിഷ്ടമുള്ളവരെ മാത്രം. നീ ഇപ്പം നല്ലൊരു പൊസിഷനിലൊക്കെ എത്തിയില്ലേ? അതുപോലെ എല്ലാവർക്കും നിന്നെ നല്ല കാര്യവുമാണ്. പിന്നെ കാണാനും കൊള്ളാം. പിന്നെ എന്താ, നിനക്ക് ഡേറ്റ് ചെയ്തൂടെ? എനിക്കൊരാൾ ഇഷ്ടമാണ്. കുറേ നാളായി ഇഷ്ടം തുടങ്ങിയിട്ട്. ഇതുവരെ തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. അതാരാ ഭാഗ്യശാലി? നീ എന്തായാലും തുറന്നു പറ. അവരെന്തായാലും നോ പറയില്ല. എനിക്കത് പറയണമെങ്കിൽ നിന്നോടൊരു കാര്യം ചോദിക്കണം. നീ ധ്യാനുമായിട്ട് ഇപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പം യാതൊരു ബന്ധവുമില്ല. ഐ എം സോറി അർജുൻ. എനിക്കറിയാം നിനക്ക് പാസ്റ്റിനെ പറ്റി ആലോചിക്കുന്നത് ഇഷ്ടമല്ലാന്ന്. പക്ഷേ എന്നെ കൊണ്ട് ഇത് ചോദിക്കാതിരിക്കാൻ വയ്യ. ഇതിലിപ്പോൾ ചോദിക്കാൻ വലുതൊന്നുമില്ല സച്ചിൻ. ഞങ്ങൾ തമ്മിലിപ്പോൾ യാതൊരു ബന്ധവുമില്ല. ശരിയാ, പണ്ട് എനിക്ക് അവന് ഇഷ്ടമായിരുന്നു. ഹീ ഈസ് എ ക്രൂവൽ പേഴ്സൺ. അവനെന്നെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊക്കെ മറന്ന് ജീവിക്കാൻ ശ്രമിക്കുക. ഇനി എന്നോട് അതൊന്നും ചോദിക്കരുത്. ഇല്ല, ചോദിക്കില്ല. എനിക്ക് തോന്നിയേക്കുന്ന ഇഷ്ടം അത് നിന്നോടാ. അതാ ഞാൻ നിന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ പറ്റി ചോദിച്ചത്. എനിക്ക് നിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഇഷ്ടമാണ്. ഇതന്ന് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഒരിക്കലും ധ്യാനെ പോലെ ആയിരിക്കില്ല. എനിക്ക് നിന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു അർജുൻ. നിന്റെ റിപ്ലൈ അത് എന്താണെങ്കിലും നീ എന്നോട് പറയണം. ഐ എം സോറി സച്ചിൻ. എനിക്കിപ്പോൾ എന്താ പറയണ്ടതെന്ന് അറിഞ്ഞൂടാ. ഐ വിൽ റിപ്ലൈ യു ലേറ്റർ. ഇറ്റ്സ് ഓക്കെ. നിന്റെ മറുപടിക്ക് വേണ്ടി ഞാൻ നാളെ കാത്തിരിക്കും. ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആ മറുപടി ഒരു എസ് ആയിരിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്.
നീ കാരണം എല്ലാം നടന്നത്. ഇപ്പോഴും ഞാൻ നിന്നെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. നീ ഇപ്പൊ എവിടെയെങ്കിലും ചിരിച്ച് സന്തോഷമായിട്ടിരിപ്പുണ്ടാവും. ഞാനാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണത് നിന്നെ പറ്റി ആലോചിച്ച്. നീ എന്നെ പറ്റി ആലോചിക്കണുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നീ എന്നെ ഇത്ര ഉപദ്രവിച്ചിട്ടും എനിക്കത് നിന്നെ മറക്കാൻ പറ്റാത്ത ധ്യാൻ. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? വൈ ധ്യാൻ? വൈ ഡിഡ് യു ഡു ദിസ്?